ലഹരി മരുന്ന് കേസിൽ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികൾ കേരള പോലീസിന്റെ വലയിലായി. പഞ്ചാബിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിലെ MDMA നിർമ്മാണ യൂണിറ്റുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് കോഴിക്കോട് DCP അരുൺ കെ പവിത്രൻ പ്രതികരിച്ചു. ജനുവരി 21-ന് 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു കൊണ്ടുവന്നത്. കോഴിക്കോട് ആദ്യം പിടികൂടിയ 2 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മലയാളിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിടിയിലായ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും അറ്റ്ക ഹരുണ BBA വിദ്യാർത്ഥിയുമാണ്. കുക്ക് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് ഫൈനാൻസ് ചെയ്യുന്നത്, പിന്നെ ഇതിനിടെ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അപ്പം മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നോയിഡ ബേസ് ചെയ്തിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഇവരുടെ പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനുകളാണെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇരുവരും പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്.